നമുക്ക് ഈ പുഴയും കടന്ന് എന്ന സീരിയലിൻ്റെ ഇന്നത്തെ റിവ്യൂ നോക്കിയാലോ. കാവേരിയും നിവിനും വിനോദും ഗംഗയുമായി വിശാൽ യമുനയെ ഒളിപ്പിച്ചിരിക്കുന്ന മാർത്താണ്ഡത്തെ വീട്ടിലെത്തുന്നു. ഇവർ കണ്ടുപിടിക്കുന്നു. കൂട്ടുകാരെ തന്നെ ആദ്യം പിടിച്ച് എത്ര തല്ലിയിട്ടും അവർ ഒന്നും പറയുന്നില്ല. എന്നിട്ട് വിശാലിനെ ഓട്ടിച്ചിട്ട് പിടിക്കുന്നു. അവരെന്ത് ചെയ്യുന്നു? ഞാനിവിടെ യമുനയെ കൊണ്ടുവന്നിട്ടില്ല, ഞാനും കൂട്ടുകാരുമായിട്ട് ഒന്ന് ആസ്വദിക്കാൻ വേണ്ടി ഇവിടെ വന്നു എന്നേ ഉള്ളൂ, ഞാൻ യമുനയെ കണ്ടിട്ട് പോലുമില്ല, നിങ്ങൾ എന്താ പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ നാടകീയമായിട്ട് നിൽക്കുന്നു. ഇവിടെ തന്നെ അവനെ ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാവേരിയും നമ്മുടെ ഗംഗയുമായി നേരെ മുകളിലേക്കും വീട് മുഴുവൻ അരിച്ചു പറക്കി നോക്കുന്നു. പക്ഷേ കാണാൻ കഴിയുന്നില്ല. ഗംഗ തിരിച്ചു വന്നിട്ട് യമുന ഇവിടെ എങ്ങും ഇല്ല എന്ന് പറയുമ്പോൾ വിശാൽ മനസ്സാ ചിരിച്ചുകൊണ്ട് നിങ്ങളെ എന്നെ ഉപദ്രവിച്ചതിന് പകരം ചോദിക്കും. നിന്നോട് മാത്രമല്ല എൻ്റെ കസിനോടും ഞാൻ പകരം ചോദിക്കുമെന്ന് പറഞ്ഞിട്ട് നിവിൻ്റെ മുഖത്ത് നോക്കി ഇതോടുകൂടി നമ്മൾ തമ്മിലുള്ള ബന്ധം അവസാനിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ അച്ഛൻ്റെ കാൽ ചുവട്ടിലിട്ട് നിങ്ങളെ ചവിട്ടി അരയ്ക്കുക, എന്നെ വെറുതെ ഉപദ്രവിച്ചതിന്. ഞാനിപ്പോൾ പോലീസിനെ വിളിക്കണോ, ഇത് തമിഴ്നാട് പോലീസാണെന്നൊക്കെ പറഞ്ഞ് വളരെ ഡയലോഗ് അടിക്കുന്നു. ഈ സമയം കാവേരിയുടെ കാലിൽ യമുനയുടെ ബാഗ് തട്ടുന്നു. അയ്യോ ഗംഗേച്ചി, യമുന ഇവിടെ തന്നെയുണ്ട്, ഓടി വരൂ എന്ന് പറയുമ്പോൾ നിവിനും ഗംഗയുമായി ഓടി പോകുന്നു. പക്ഷേ അവിടെ മുഴുവനും നോക്കിയിട്ടും യമുനയെ എന്ന് വിളിച്ചിട്ട് അവിടെ മുഴുവനും നോക്കുകയാണ്. എന്നിട്ടും അവരെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അവസാനം യമുനയുടെ തലമുടി കട്ടിലിൻ്റെ അടിയിൽ നിന്ന് വെളിയിലേക്ക് കിടക്കുന്നത് കണ്ടിട്ട് നിവിൻ അകത്തേക്ക് നോക്കി. ഓർമ്മയില്ലാത്ത അവസ്ഥയിൽ ചാക്കുകൾ കൊണ്ട് മൂടി അവൾ കിടക്കുകയായിരുന്നു. നിവിൻ അവളെ കണ്ടുപിടിച്ച് മുഖത്ത് വെള്ളം തണിച്ച് ഉണർത്തുന്നു. നീ എങ്ങനെയാടി ഈ ഫ്രോഡിൻ്റെ കൂടെ ഇറങ്ങിപ്പോന്നതെന്ന് ഗംഗ ചോദിക്കുമ്പോൾ നമ്മുടെ വസ്തു തട്ടിയെടുക്കാൻ കൂട്ടുനിന്നവരെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു ഗംഗേച്ചി. മാത്രമല്ല വസ്തു തിരികെ വാങ്ങിത്തരാൻ അച്ഛനോട് പറഞ്ഞ് സഹായിക്കാമെന്നും പറഞ്ഞ് ആണ് എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നതെന്ന് യമുന പറയുന്നു. വിശാൽ എന്ന് ചിരിക്കുന്നു. ജയപാലൻ പ്രവീണയെയും കൂട്ടി അയാളുടെ ഭാര്യ ശാരദയുടെ വീട്ടിലെത്തുന്നു. എന്തിനാ? ശാരദയെ കൊണ്ട് എങ്ങനെയെങ്കിലും വിശാൽ എവിടെയാണെന്ന് അറിയണമല്ലോ. ഇതിനിടയ്ക്ക് തന്നെ ആ കൂട്ടുകാർ ജയപാലനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. യമുനയെ തട്ടിക്കൊണ്ടുപോയ കാര്യം പറയുന്നില്ല, അല്ലാതെ ഞങ്ങളവിടെ കൂടിയപ്പോൾ ഇതുപോലെ 2-3 പേര് വന്ന് ഉപദ്രവിച്ചൊന്നും അവനെ കാറിൽ കയറ്റി കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നുണ്ട്. ശാരദയും രാധമ്മയും ഒക്കെ മണ്ടിയായതുകൊണ്ട് നമ്മൾ എന്ത് ചോദിച്ചാലും പറഞ്ഞു തരുമെന്ന് അവരുടെ നാവിൽ നിന്ന് വിശാൽ എവിടെയാണെന്ന് നമുക്കറിയാം. നീ അതുകൊണ്ട് തഞ്ചത്തിൽ നിന്നോളണമെന്നൊക്കെ പ്രവീണയോട് പറഞ്ഞ് പഠിപ്പിച്ചാണ് കൊണ്ടുപോകുന്നത്. അയ്യോ രാധമ്മോ, ശാരദേ എന്ന് വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറുന്നു. ശാരദേ, യമുനയുടെ കാര്യം എന്തായി എന്ന് വളരെ സങ്കടത്തോടു കൂടി ജയപാൽ ചോദിക്കുന്നു. യമുനയെ അപ്പോൾ നമ്മുടെ പ്രവീണയും ഇപ്പം പഠിച്ചു കേട്ടോ. നമ്മുടെ യമുനയെ കാണാതെ ശേഷം എൻ്റെ ജയപാലേട്ടൻ ഉറങ്ങിയിട്ടേ ഇല്ല. ഓരോരുത്തരെയും ഫോൺ വിളിച്ച് എവിടെയുണ്ടെന്ന് ഇങ്ങനെ അന്വേഷിക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഈ സമയം നമ്മുടെ രാധമ്മ ഒന്നും മിണ്ടുന്നില്ല, ദുഃഖിച്ചിങ്ങനെ നിൽക്കുകയാണ്. നമ്മുടെ ശാരദ അകത്തുനിന്ന് വളരെ ഇതായിട്ട് പുറത്തേക്ക് വരുന്നു. ഇരിക്കാൻ ശ്രമിച്ചപ്പോൾ കയ്യിലിരുന്ന ചൂലിങ്ങനെ ഉയർത്തി വളരെ തൻ്റെടത്തോടുകൂടി നിൽക്കുന്ന ശാരദയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ബാക്കി നമുക്ക് നാളെ കാണാം. ബൈ.